മിണ്ടാപ്രാണിനെ കൊണ്ടുവന്ന് കൊന്നിട്ട് അവിടെ ഇരുന്ന് ഒന്നും ചെയ്യാൻ ആ കുട്ടി കൊന്നാൽ അത് നിരപരാധിയാണ്. നമ്മളെന്താ ചെയ്യാ? ഇന്നലെ ആ ഇറച്ചി മൂസ ഉണ്ടല്ലോ 1500 രൂപ കയ്യിൽ എണ്ണി വെച്ചാണ് അതിന് കൊടുത്തെങ്കിൽ ആകാശെങ്കിലും കിട്ടിപ്പോയനാ. സമാധാനമായാലടി. പെണ്ണാക്കം മേടിച്ച കാശ് പോലും എനിക്ക് മുതലായില്ല. ഇറച്ചി കൊടുത്തെങ്കിൽ അതെങ്കിലും ഉണ്ടായിരുന്നേനെ. ഇപ്പൊ ഞാൻ മിണ്ടണതാണ് അവക്കും. അതിന്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്റെ മാനസികാവസ്ഥ ഞാൻ ആരോട് പറയും? അല്ല ശരി തന്നെയാണ്. നമ്മളിപ്പോ ഇതൊക്കെ വിശ്വസിച്ചിട്ടല്ലേ ഈ ഡോക്ടർമാരുടെ മുമ്പിൽ ഈ മിണ്ടാപ്രാണികളെ നമ്മൾ കൊണ്ടുവന്ന് കാണിക്കാം. പുറത്തു പോയേക്കാണ് ഇവിടെ ഇല്ല. അവർക്ക് ലാഭം കിട്ടുന്ന സ്ഥലം അവിടെ അല്ലേ, പുറത്തല്ലേ? ഇതിന്ന് ചോദിക്കാണ്ട് ഈ ഉമ്മറം വിട്ട് നമ്മള് പോവല്ലേ. ഇങ്ങോട്ട് വരട്ടെ. എന്റെ പൈക്ക് സുഖൂലാന്ന് ഇവിടെ വന്ന് പറഞ്ഞപ്പോ ഓൻ വന്നിട്ട് എന്തോ മരുന്ന് കൊടുത്തിനി. ഇപ്പൊ 1000 മീറ്റർ നെരയും പതിയും വരുന്നത്. ആ മൊയ്തു കമ്പൗണ്ടർ. ഇവിടുത്തെ കാര്യങ്ങൾ നടക്കണേ. ഡോക്ടർ അല്ല പരിശോധിക്കണേ, കമ്പൗണ്ടർ ആണ്. മാളെ ഈ വരണ്ട ഈ വരണ്ട. അന്റെ ഒരു ആടിന്റെ എനിക്ക് 10 ആടിനെ വളർത്തും തരും. ഞാൻ അവരുടെ മിണ്ടാപ്രാണീനെ നോക്കിയോളാണ് ഈ എല്ലാം ശരിയാവും. ഗുളിക കൊടുത്തില്ലേ? കൊടുത്തില്ലേ കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കി. ഇനി എന്തിനാ ഇതിനെ ഈ ഗുളിക കൊടുത്ത് ഗുളി കൊടുക്കണ്ട. എന്തൊരു കഷ്ടമാണ് മനുഷ്യൻ. വരട്ടെ വരട്ടെ ചോദിക്കണം. അതെ, ഈ ഡോക്ടർ വന്ന് പരിശോധിച്ചിട്ടാണോ മരുന്ന് കൊടുത്തേ? അല്ലേ, എന്നോട് എല്ലാം ചോദിച്ച് മരുന്ന് വരുമ്പോ നോക്കാന്ന് പറഞ്ഞേ. അയ്യോ, നിന്നോട് ചോദിച്ചോ നിനക്കല്ലേ അസുഖം? ചിലപ്പോ തലവർക്കും ഉണ്ടാവുന്ന പറഞ്ഞേ. പക്ഷെ ഞാൻ സത്യം ഉണ്ടായത്. ഞങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെയാണ് മരുന്ന് തന്നത്. റബ്ബേ എന്റെ പശു എന്താ സൂറാ പഠിച്ചോനെ ഒന്നും പറ്റരുത് മോളെ. എനിക്ക് ഒന്നും പറ്റില്ല. അതിന് ഷുഗർ ഉണ്ടോ? ഷുഗറല്ല, സൂറാന്ന് എന്റെ പശുവിന്റെ പേരായി. പശുവിന്റെ പേരാണ്. അതെ ഇത് പറ്റില്ല. പരിപാടി ഇത് പറ്റേ. എന്തൊരു കുഴപ്പമില്ല. പാവപ്പെട്ട ആൾക്കാർ ഓരോ മൃഗങ്ങളെ ഇവിടെ കൊണ്ടുവരുമ്പോ അതിനെ ഒന്ന് പരിശോധിക്കാനുള്ള മനസാക്ഷി പോലും കാണിക്കാതെ വായി തോന്നി മരുന്ന് എഴുതി കൊടുത്ത് നീ കൊല്ലുവല്ലടാ. എന്റെ ഭാര്യ പൊന്നുപോലെ ഓമനിച്ച് വളർത്തിയ അമ്മടി ആടാണ് ചത്തത്. ഡോക്ടർ ഇല്ലാത്ത സമയത്ത് 500 റുപ്യക്ക് വേണ്ടിട്ട് എന്റെ പശുവിനെ കൊല്ലുവല്ലടാ. കൂടിയിട്ട് ഈ മിണ്ടാപ്രാണികളെ കൊല്ലിറങ്ങിയേക്കാണ്. അന്നൊക്കെ വിശ്വസിച്ചിട്ടല്ലടാ ഞങ്ങൾ ഈ പാവങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കണേ. ഞാൻ ഇതുപോലെ ഒരു പട്ടിയെ നോക്കാൻ വേണ്ടി പോയതാണ്. സർക്കാർ ഇതേപോലത്തെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിട്ടേക്കണതേ ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളുടെ മൃഗങ്ങളെ സംരക്ഷിക്കാനാണ്. അല്ലാണ്ട് ഉറപ്പായിട്ട് നടക്കുന്ന അനക്കൊക്കെ മൂക്കറ്റൻ തിന്നാൻ വേണ്ടിട്ട് ഇവിടുത്തെ പണക്കാരുടെ വീടുകളിൽ പോയിട്ട് ചികിത്സിച്ച്